വീട് പണി എന്ന് പറയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ ഫ്ലോറിംഗ് ആണ്, അല്ലെങ്കിൽ ഫിനിഷിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്ലോറിംഗ് ആണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ആ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നതായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് അതിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയലുകൾ, ഒരുപാട് തരത്തിലുള്ള രീതിയിലുള്ള വസ്തുക്കൾ ഈ ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നതായിട്ടുള്ളുണ്ട്. വുഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്, മാർബിൾ ചെയ്യുന്നതുണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്, ടൈലുണ്ട്. ടൈലിൽ തന്നെ പല രീതിയിലായിട്ട് വരുന്നതുണ്ട്. മാറ്റ് ടൈലിൽ വരാറുണ്ട്, അതുപോലെ ഗ്ലോസി ടൈലിൽ വരാറുണ്ട്, കാർവിംഗ് സീരീസ്, പോസ്റ്റ് സീരീസ്, അങ്ങനെ ഒരുപാട് രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ടൈലുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ടൈലിന്റെ കൂട്ടത്തിൽ മാറ്റ് ടൈലുകൾ വീടിന്റെ ഫ്ലോറിലേക്ക് ചെയ്താലുള്ള അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മെറിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അത് ചെയ്താൽ അതിന്റെ വീടിന്റെ ആംബിയൻസും ലുക്കും എല്ലാം എത്തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി, വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ചില ബ്രാൻഡുകളുടെ ഏതാനും ഏറ്റവും കൂടുതൽ ആളുകൾ ഫ്ലോറിലേക്ക് ചൂസ് ചെയ്യുന്നതായിട്ടുള്ള മാറ്റ് ടൈലിൽ കാർവിംഗ് സീരീസിൽ വരുന്ന ഏതാനും ഡിസൈനുകൾ, 160/80 സൈസിൽ വരുന്ന ഏതാനും ഡിസൈനുകളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. മാറ്റ് ടൈലിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. മാറ്റ് ടൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, മാറ്റ് ടൈലാണ് നമ്മുടെ ഫ്ലോറിലേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിന്റെ ആംബിയൻസ് മൊത്തത്തിൽ മാറ്റം വരുന്നതാണ്. അതൊരു ലക്ഷറി ലെവലിലേക്ക് തന്നെ നമ്മുടെ വീടിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് എടുത്ത് കാണിക്കും എന്നുള്ളതാണ് മാറ്റ് ടൈലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കിടെക്ചേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ മാറ്റായിട്ടുള്ള ഓരോ സർഫസുകൾ, അത് വാളിലേക്കാവട്ടെ ഫ്ലോറിലേക്കാവട്ടെ, അവർ ആർക്കിടെക്ചേഴ്സ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് മാറ്റിലുള്ള മെറ്റീരിയൽ ആയിരിക്കും. അത് കംപ്ലീറ്റ് ഇന്റീരിയർ വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ മാറ്റ് ടൈലാണ് ഫ്ലോറിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കണ്ണിൽ കംപ്ലീറ്റ് ആ ഒരു ടൈലിന്റെ വ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ റൂമിന്റെ ഉള്ളിലുള്ള മറ്റുള്ള ഓരോ മെറ്റീരിയലും, അതായത് ഇന്റീരിയർ ഭംഗിയാക്കാൻ ചെയ്തിട്ടുള്ള സീലിംഗ് വാം ലൈറ്റുകൾ, അല്ലെങ്കിൽ സീലിംഗ് ലൈറ്റുകൾ, അതുപോലെ ടെക്സ്റ്റർ വർക്കുകൾ, കർട്ടനുകൾ, ഫർണിച്ചറുകൾ, ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി എടുത്ത് കാണിക്കുന്നതാണ്. എന്നാൽ ഗ്ലോസി ടൈലാണ് നമ്മുടെ വീടിന്റെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ, നമ്മുടെ ലൈറ്റുകളും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ ടൈലിന്റെ മുകളിൽ നിന്നുള്ള റിഫ്ലക്ഷൻ കറക്റ്റ് ആയിട്ട് ടൈലിലുണ്ട്. ഇതുപോലെ ഫർണിച്ചറുകളുടേത്, അതുപോലെ ടെക്സ്റ്റർ വർക്ക്, ഇതെല്ലാം ആ റിഫ്ലക്ഷൻ ഫ്ലോറിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് കാഴ്ചയ്ക്ക് ഒരു അരോചകത്വം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്, ഫ്ലോറിങ്ങിന്റെ ടൈലിന്റെ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഗ്ലോസി ടൈലും മാറ്റ് ടൈലും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ മാറ്റ് ടൈലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ വീടിൽ ഏറ്റവും കൂടുതൽ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയകൾ, ഫ്ലോറിങ്ങിൽ, പിന്നെ പാസേജ് ഏരിയകൾ പോലെ, അതുപോലെ വർക്ക് ഏരിയകൾ പോലെ, സിറ്റ് ഔട്ടുകൾ, ഇത്തരം ഏരിയകളിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയകളിൽ കാലം കൊണ്ട് ഗ്ലോസി മെറ്റീരിയലാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ ചെറിയ തേയ്മാനങ്ങൾ സംഭവിക്കും, അതുപോലെ സ്ക്രാച്ചസ് വീഴും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഗ്ലോസി, അത് മാർബിളിലും ഗ്രാനൈറ്റില് ഗ്ലോസി ടൈലിലും എല്ലാം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ്, അല്ലെങ്കിൽ കാർവിംഗ് സീരീസിൽ, അല്ലെങ്കിൽ പോസ്റ്റ് സീരീസിൽ ഇത്തരത്തിൽ വരുന്ന ടൈലുകളാണ് ഈ ഒരു ഏരിയയിലേക്ക് അത് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ സ്ക്രാച്ചസ് വരുന്ന ഒരു പ്രശ്നം വരുന്നില്ല. 90% റഫാണ്. അത്രയും ഹാർഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്ക്രാച്ചസിനുള്ള ചാൻസ് ഉള്ളൂ. അതുപോലെ അത് തേയ്മാനം സംഭവിക്കുക എന്നുള്ളത് സാധാരണ നടന്നു പോകുന്നതിലോ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു തേയ്മാനം അവിടെ സംഭവിക്കുന്നതായിട്ട് വരുന്നില്ല. അതാണ് മാറ്റ് ടൈലിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മാറ്റ് ടൈലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അത്യാവശ്യം ഒരു സ്റ്റാർ ലെവൽ ഹോട്ടലുകളാവട്ടെ, അല്ലെങ്കിൽ റിസോർട്ടുകളാവട്ടെ, ഇത്തരത്തിലുള്ള ഏരിയകളിലെല്ലാം ഏറ്റവും കൂടുതൽ കംപ്ലീറ്റ്, അതായത് അതിന്റെ വീടിന്റെ ഇന്നർ ഭാഗങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മാറ്റ് ടൈലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു മൊത്തത്തിൽ ആ വീടിന്റെ റൂമിന്റെയും അല്ലെങ്കിൽ ഹോട്ടലിന്റെ എല്ലാം ആംബിയൻസ് മൊത്തത്തിൽ ചേഞ്ച് ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുമാണ്. പിന്നെ ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ ശരിക്കും പറ്റത്തില്ല. കാരണം
ഗ്ലോസിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഒരല്പം ഡിഫിക്കൽട്ടായിട്ട് ഇത് ഫീൽ ചെയ്യാം. എന്നാൽ നോർമലി യാതൊരു പ്രശ്നം വരാത്തതാണ്. ആളുകൾ സ്വാഭാവികമായിട്ടും അതിൽ ചളി പിടിച്ച് നിൽക്കില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത്തരത്തിൽ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആ വീടിന്റെ വർക്ക് ഏരിയയും അതുപോലെ കിച്ചണുമാണ്. ഈ കിച്ചണിലും വർക്ക് ഏരിയയിലും ഏറ്റവും കൂടുതൽ 90% ആളുകളും ഉപയോഗിക്കുന്നത്, ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയയിലും ചിലപ്പോൾ മാർബിളോ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ഗ്ലോസി ടൈലോ ആയിരിക്കാം. പക്ഷെ കിച്ചണിലേക്ക് അല്ലെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത് മാറ്റ് ടൈലാണ്. ഒരിക്കലും ആ ഒരു ഏരിയ ഒരു വൃത്തികേടായിട്ട് നിൽക്കുന്നതായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് ചളി പിടിച്ച് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവില്ല. ക്ലീനിങ് ഗ്ലോസി അപേക്ഷിച്ച് അത്ര പെട്ടെന്ന് തന്നെ മോപ്പ് വെച്ച് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ചളി ഒരിക്കലും അതിൽ പിടിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് മാറ്റ് ടൈലായി എന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരു രീതിയിലും വരുന്നതല്ല. അപ്പം അത് ക്ലീനിങ്ങിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാറ്റി നിർത്തിയാൽ ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് മാറ്റ് ടൈൽ തന്നെയാകുന്നു. അതിൽ മാറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതായത് ഗ്ലോസിയിലും കാർവിംഗ് സീരീസിൽ വരുന്നുണ്ട്. കാർവിംഗ് എന്ന് പറഞ്ഞാൽ മാറ്റിൽ ചെറിയ ഗ്ലൈസിങ്, അതിൻ്റെ ആ ഒരു വൈൻസിൽ കൂടെ ചെറിയൊരു ഗ്ലൈസിങ് വരുന്നതായിട്ടുള്ള ഐറ്റംസ്. അതുപോലെ പോച്ച് സീരീസ് വരും. പോച്ച് സീരീസ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ ബേബി സ്കിൻ മെറ്റീരിയൽ എന്നാണ് പറയുന്നത് പോച്ച് സീരീസിനൊക്കെ പറയാറുള്ളത്. സ്പാ സീരീസിനൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത്. അത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ ചെയ്താൽ മാത്രം മനസ്സിലാവുന്നതാണ് കേട്ടോ അത്. അതായത് പിന്നെ ഒരു രീതിയിൽ ചളി പിടിക്കൂല എന്ന് 100% ഗ്യാരണ്ടി തരാൻ പറ്റിയ മെറ്റീരിയലാണ് പോഷ് സീരീസിലൊക്കെ വരുന്നത്. അതുപോലെ കാർവിംഗ് സീരീസ് സ്ക്രാച്ചസ് വീഴാത്ത മെറ്റീരിയലാണ്. അടിപൊളിയായിട്ട് വീടിൻ്റെ ഫ്ലോറിങ്ങിൽ കംപ്ലീറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏതാനും 160-80 സൈസിൽ വരുന്ന പോപ്പുലറായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളോട് തന്നെ ഒരു 8-10 ഡിസൈനുകളും മാറ്റ് സീരീസിൽ വരുന്നതുണ്ട് 168 തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളതായിട്ടുള്ള ഒരു 5-6 ഡിസൈനുകൾ നമുക്ക് നോക്കാം. ആ ഒരു വീഡിയോയിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. ആദ്യമായിട്ട് മൊണോലിത്ത് ബ്രാൻഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് 160-80 സൈസിൽ വരുന്ന അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കിൽ ഒരു ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ഇത് വരുന്നത്. ടസ്കൻ സിൽവർ എന്ന് പറയുന്ന മൊണോലിത്ത് ബ്രാൻഡിന്റെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതേ ഡിസൈനിൽ തന്നെ നമുക്ക് ഗ്ലോസിയിലും അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന എല്ലാ മെറ്റീരിയലും അതിന്റെ ഗ്ലോസിയും കാർവിംഗ് സീരീസും രണ്ടും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. 160-80 സൈസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് അത്യാവശ്യം ലക്ഷറി ലെവലിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ളതാണ്. കാർവിംഗ് സീരീസ് ആണ്. കാർവിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതിന്റെ ആ ഒരു ഗ്രൈൻസിലൂടെ ഒരു തിളക്കം കൂടി നമ്മുടെ സീലിംഗിൽ നിന്നും ടോപ്പിൽ നിന്നും ലൈറ്റ് അടിക്കുന്ന സമയത്ത് അതിൽ ഒരു റിഫ്ലക്ഷൻ ആ ഒരു ഗ്രൈൻസിലൂടെ മാത്രം ലഭിക്കുന്നതായിട്ടുള്ള മെറ്റീരിയലാണ് കാർവിംഗ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു ഐറ്റമാണ് ഇത് വരുന്നത്. ടസ്കൻ സിൽവർ എന്ന് പറയുന്ന ഐറ്റമാണ്. അതുപോലെ മെദീന ക്രീമ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതും മൊണോലിത്ത് ബ്രാൻഡിൽ വരുന്നത് തന്നെയാണ്. ഒരു എൻഡ്ലെസ് ആയിക്കൊണ്ട് പരസ്പരം ജോയിന്റ് കണക്റ്റഡ് ആയിട്ട് ലഭിക്കുന്ന കാർവിംഗ് സീരീസിലെ മറ്റൊരു ഐറ്റമാണ് മദീന ക്രീമ എന്ന് പറയുന്നത്. ഈ ഒരു ഐറ്റം നമുക്ക് ഗ്ലോസിയിലും അതുപോലെ മാറ്റിലും കാർവിംഗിലും രണ്ടിലും അവൈലബിൾ ആണ്. വിരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വാംലൈറ്റ് ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വീടിന്റെ ഇന്റീരിയർ ഒക്കെ വാംലൈറ്റിലേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ കറക്റ്റ് നമുക്കൊരു മാർബിളിന്റെ ഒക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ മദീന ക്രീമ എന്ന് പറയുന്നത്. അതുപോലെ ക്രസ്റ്റോ ബ്രാൻഡിന്റെ ക്രസ്റ്റോയെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ ക്രസ്റ്റോ എന്താണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതിമനോഹരമായിക്കൊണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇണങ്ങുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുകളുള്ള ബ്രാൻഡാണ് ക്രസ്റ്റോ എന്ന് പറയുന്നത്. ക്രസ്റ്റോ ബ്രാൻഡിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. പിന്നെ ഫ്ലോറിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഇറ്റാലിയൻ മാർബിളിലെ അതേ ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഐറ്റമാണ്. ഒമിക്രോ മോക്ക എന്ന് പറയുന്ന ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിലും നമുക്ക് ഗ്ലോസിയും മാറ്റും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ ഒരു നാച്ചുറൽ ഫീല് ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താ പറയുക കരിങ്കല്ലൊക്കെ വെട്ടി വെച്ചാൽ അത് നമ്മുടെ ഫ്ലോറിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അതേ ഫീല് ലഭിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒമിക്രോ മോക്ക എന്ന് പറയുന്ന ക്രസ്റ്റോ ബ്രാൻഡിന്റെ മെറ്റീരിയൽ. അതുപോലെ എൻഡ്ലെസ് ആയിക്കൊണ്ട് നിൽക്കുന്ന മറ്റൊരു ഐറ്റമാണ് ക്രസ്റ്റോയുടെ തന്നെ ആന്റിക്യൂ വൈറ്റ് എൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം 160-80 സൈസിൽ വരുന്നതാണ്. എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചു തരുന്നത്. ഇതും വരുന്നത് കാർവിംഗ് സീരീസിൽ തന്നെയാണ്. അതുപോലെ എൻഡ്ലെസ് ആയിക്കൊണ്ട് കൂടി നിൽക്കുന്ന കറക്റ്റ് ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ലുക്ക് പിന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. എൻഡ്ലെസ് ആണ്, ഒപ്പം റാൻഡം ഡിസൈൻ കൂടിയാണ്. ഓരോ പീസിലും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും വരുന്നത്. അതിൽ എൻഡ്ലെസ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ സ്പേസ് ഇട്ടുകൊണ്ടൊക്കെ വിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സൈസ് ആണെങ്കിലും പ്രത്യേകിച്ച് വലിയ ബിഗ് സൈസ് സ്ലാബിലേക്ക് വരുമ്പോൾ സ്പേസ് ഇട്ടുകൊണ്ട് തന്നെ വിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ഒരു നല്ല ആംബിയൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാം ലൈറ്റ് ഒക്കെയാണ് വീടിന്റെ ഇന്റീരിയറിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ
നല്ല ലുക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ആൻറ്റിക്കോ വൈറ്റ് ആൻഡ് എന്ന് പറയുന്നത് ക്രസ്റ്റോ ബ്രാൻഡിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ടൈല് വരുന്നത്. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് ടൈലുകൾ നമുക്ക് 160/80 സൈസിൽ, അതുപോലെ 4x2 സൈസിൽ, 6x4 സൈസിൽ എല്ലാം മാറ്റ് ടൈല് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി അതെല്ലാം നിങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം കാലിക്കറ്റ് എയർപോർട്ടിന് നിയറസ്റ്റ് ആയിട്ട് കീശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കീശ്ശേരി മുണ്ടമ്പറമാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈലിൻ്റെയും മറ്റു നിങ്ങൾക്ക് ഫ്ലോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നിരിക്കുന്നതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുക. വരും വീഡിയോകളിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ടൈലുകളുമായിട്ട് കടന്നു വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.